പത്തനംതിട്ട അടൂരിൽ യുവതിക്ക് നേരെ അയൽവാസിയുടെ അതിക്രൂര പീഡനം. ജ്യൂസ് നൽകി പീഡിപ്പിച്ച ശേഷം നഗ്നദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡനം ആവർത്തിച്ചു. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന 28-കാരിയാണ് പീഡനത്തിന് ഇരയായത്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ആരാണ് ഈ കേസിലെ പ്രതിയുടെ പശ്ചാത്തലം? എങ്ങനെയാണ് ഈ യുവതിയെ പീഡനത്തിനിരയാക്കുന്നതും പിന്നെ ഭീഷണിപ്പെടുത്തി നിരന്തരം ക്രൂശിക്കുന്നതും? ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന പെൺകുട്ടിയാണ് അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ അയൽവാസിയാണ് ഓട്ടോ ഡ്രൈവർ. പെൺകുട്ടി സ്ഥിരമായിട്ട് ഇയാളുടെ ഓട്ടോ പുറത്തേക്കൊക്കെ പോകാൻ, ആവശ്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് വിളിക്കുമായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഭർതൃഗൃഹത്തിലേക്ക് പോകാനായിട്ട് ഇത്തരത്തിൽ ഇയാളുടെ ഓട്ടോ വിളിക്കുന്നത്. ഓട്ടോ വിളിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഓട്ടോ ഡ്രൈവർ യുവതിയോട് പറയുന്നത് തന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോകണം, തന്റെ ലൈസൻസ് എടുക്കാൻ മറന്നുപോയി എന്ന് യുവതിയോട് പറഞ്ഞ് യുവതിയെ വീട്ടിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവിടെ വെച്ച് യുവതിക്ക് നിർബന്ധിച്ചൊരു ജ്യൂസ് നൽകി മയക്കിയ ശേഷം പീഡനത്തിന് ഇരയാക്കി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നാണ് ഇപ്പോൾ ഈ യുവതി, 28 വയസ്സുകാരിയായ യുവതി, പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും യുവതി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ അടൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് പലതവണയും ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ യുവതി പ്രതിയുടെ ഭാര്യയോട് വിവരങ്ങൾ തുറന്നു പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ പ്രതി കഴിഞ്ഞ മാസം ഈ യുവതിയെ പ്രതി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ടാങ്കർ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ഈ യുവതി നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞെട്ടിക്കുന്ന രണ്ട് സംഭവങ്ങൾ, ഒന്ന് കൊച്ചിയിൽ നിന്നും ഒന്ന് പത്തനംതിട്ടയിൽ നിന്നും വന്നു. അടൂരിൽ യുവതിക്ക് നേരെ അയൽവാസിയുടെ അതിക്രൂര പീഡനം. ജ്യൂസ് നൽകി പീഡിപ്പിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. പിന്നീട് നിരന്തരം ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു, വാഹനത്തിൽ കൊണ്ടുപോയി എന്നടക്കമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്.